ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം. ഈ 3-ാം അധ്യായത്തിൽ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവരെ, കൊരിന്തിലുള്ളതായ വിശ്വാസികളെ പൂർണ്ണമായി യഹൂദീകരണം, കാരണം യഹൂദന്മാരുടെ ആ പഴയ നിയമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അവരുടെ ഒരു ജീവിത രീതി, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തുടരണമെന്ന് അവർ ശാഠ്യം പിടിക്കുകയും അങ്ങനെ ഉള്ളതായ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും ആ രീതിയിൽ അത് തുടരണമെന്നുള്ള അവരുടെ ആ നിർബന്ധവും അതിനു വേണ്ടതായ ശ്രമത്തിനെതിരെയാണ് പൗലോസ് 3-ാം അധ്യായത്തിൽ സംസാരിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തതും നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തതും നമുക്ക് രണ്ടു കൂട്ടർക്കും പരസ്പരം നന്നായി അറിയാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തു പ്രവർത്തിച്ചു എന്നതിന് സാക്ഷികൾ നിങ്ങൾ തന്നെയാണ്. വിശുദ്ധ പൗലോസിൻ്റെ ആ വലിയ കൃതാർത്ഥതയും ധൈര്യവും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനിട്ട് അദ്ദേഹം പറഞ്ഞു, കോരിന്തിലെ ക്രൈസ്തവ സഭ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ഹൃദയമാകുന്ന ആ പലകമേൽ ഞങ്ങളുടെ ശുശ്രൂഷ മൂലം എഴുതപ്പെട്ടിരിക്കുന്ന ലിഖിതങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ആ സഭ പരിശുദ്ധാത്മ പ്രേരിതമായി ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അല്ലെങ്കിൽ അതിനുള്ള കാണപ്പെട്ട രേഖകളാണ്, ആ ലിഖിതങ്ങളാണ് നിങ്ങൾ. പിന്നെ എന്തിനാണ് പഴയ നിയമ ലിഖിതങ്ങൾക്ക് നിങ്ങൾ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? എന്നിട്ട് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ കഴിവിൻ്റെ രഹസ്യം ഇവിടെ പറയുന്ന ഇതാണ്: സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. ഇത് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആധ്യാത്മിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാതെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും അഹന്തയോ ഞാനെന്ന ഭാവമോ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ കഴിവ് അത് ദൈവദത്തമാണ്. ഞങ്ങളാരാന്ന് ചോദിച്ചാൽ ഞങ്ങൾ സ്ത്രീഹന്മാർ പുതിയ നിയമ ഉടമ്പടിയുടെ ആ നിയമത്തിൻ്റെ ശുശ്രൂഷകർ മാത്രമാണ്. ആ ശുശ്രൂഷ പഴയ നിയമത്തിൽ എഴുതിയ നിയമത്തിൻ്റെ അക്ഷരങ്ങൾ വഴിയായിട്ടുള്ളതല്ല, അത് പരിശുദ്ധാത്മാവിനാലാണ്. അത് ലോകത്തിൻ്റെ നിയമം പോലെയല്ല, അത് ദൈവത്തിൻ്റെ വലിയ നിയമമാണ്. അതാണ് ഞങ്ങളെ ഭൂമിയിൽ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ നിയമത്തിൻ്റെ അഥവാ പുതിയ ഉടമ്പടിയുടെ അല്ലെങ്കിൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്നതാണ് സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ മഹിമയെക്കുറിച്ചാണ് അദ്ദേഹം ഇനി പറയുന്നത്. അദ്ദേഹം പറയുന്നു, പഴയ നിയമത്തേക്കാൾ പുതിയ നിയമം അഥവാ പുതിയ നിയമ സുവിശേഷം തേജസ് ഉറ്റതാണ്. കാരണം ഇതിലുള്ളത് നിർജീവമായ നിയമങ്ങളല്ല, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യമാണ്. പഴയ നിയമം താൽക്കാലികമായിട്ടുള്ള സംവിധാനം മാത്രമായിരുന്നു, അതൊരു നിഴൽ മാത്രമായിരുന്നു. ദൈവത്തെ ഭാഗികമായി മാത്രം അറിയാൻ സാധിക്കുന്നതായിരുന്നു. എന്നാൽ പുതിയ നിയമ സുവിശേഷം ദൈവം തന്നെ പറഞ്ഞതും ആ ജീവിച്ചിരുന്ന കർത്താവിൻ്റെ വചനങ്ങളും ആ കർത്താവിൻ്റെ സാക്ഷികളായ സ്ത്രീഹന്മാരുടെ വചനങ്ങളുമാണ്. അപ്പം അതുകൊണ്ട് ഈ ദൂത് എല്ലാവർക്കും നൽകാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നു, പഴയതിനോട് ഒട്ടിച്ചേർന്ന് തന്നെ നിൽക്കുന്നവർ സത്യത്തെ കാണുന്നില്ല. എന്നാൽ പുതിയ നിയമ അതിൽ അംഗീകരിക്കുന്നവരെ
ക്രിസ്തുവിൻ്റെ ഛായ അഥവാ തേജസ് അവർ ധരിക്കുന്നവരായി മാറുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മോശ വഴിയുള്ള ന്യായപ്രമാണം, മോശയുടെ മുഖത്തന്നുണ്ടായിരുന്ന ശോഭ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം തേജസ്കരിക്കപ്പെട്ടിരുന്നല്ലോ. അത് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. ആ ശോഭ പുതിയ നിയമ സുവിശേഷത്തിന് വഴിമാറി കൊടുക്കേണ്ട കാര്യമാണ്. കാരണം പഴയ നിയമ പ്രമാണത്തിൻ്റെ തേജസ് മങ്ങിപ്പോയി. അത് ക്രിസ്തു വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പുതിയ നിയമ സുവിശേഷം കർത്താവ് പറഞ്ഞതും കർത്താവിനെക്കുറിച്ച് പറയുന്നതും ന്യായപ്രമാണത്തേക്കാൾ പഴയ നിയമത്തേക്കാൾ തേജസ്സുറ്റതാണ്. കാരണം അത് കുറ്റപ്പെടുത്തുന്നതിലല്ല, അത് പാപക്ഷമയുടേതാണ്. അത് ഒരിക്കലും മങ്ങി നശിക്കുന്നതല്ല. കാരണം ആ പഴയ നിയമത്തിൻ്റെ അതിനുപോലും മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത പോലെ തേജസ് ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിന് അതിനേക്കാൾ എത്രയോ ഇരട്ടി തേജസ് ഉണ്ടെന്നാണ് പൗലോസ്ലീഹ ഇവിടെ ചോദിക്കുന്നത്. അപ്പം ഈ നിത്യമായ ഈ പുതിയ നിയമത്തിന് എത്രയേറെ തേജസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടെ നിങ്ങളോട് സംസാരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ഭാവിയെപ്പറ്റി ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുണ്ട്. മോശ മൂടുപടം കൊണ്ട് മുഖം മറച്ചതുപോലെ ഞങ്ങളൊന്നും കൊണ്ട് ഇവിടെ മറയ്ക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ന്യായപ്രമാണം എന്നതോ പാപബോധം വരുത്തുവാൻ ഒരു താൽക്കാലിക സംവിധാനം എന്ന കാര്യം മാത്രമായിരുന്നു. അത് വിസ്മരിച്ചുകൊണ്ട് നിങ്ങളിൽ പലരും ഇപ്പോഴും പഴയ നിയമമാണ് വലുത് എന്നും പറഞ്ഞ് നിങ്ങൾ ജീവിക്കുന്നു. മാത്രമല്ല, അതിന് ക്രിസ്തു ആണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിച്ചതെന്ന സത്യം നിങ്ങളൊട്ടും ഗ്രഹിക്കുന്നുമില്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു എന്ന വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കും. എന്തുകൊണ്ടെന്നാൽ താൻ ജീവദായകനായ ആത്മാവാണ്. യേശുവിൻ്റെ ആത്മാവുള്ളിടത്തൊരിക്കലും അടിമത്തമില്ല, പ്രത്യേകിച്ച് പാപത്തിൻ്റെ അടിമത്തമില്ല. കാരണം കർത്താവിൻ്റെ മഹത്വത്തെ മറ്റൊന്നുകൊണ്ടും മൂടാൻ സാധിക്കാത്ത മുഖത്തോടെ നോക്കുന്ന നാം തൻ്റെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിലേക്ക് ഇനി രൂപാന്തരപ്പെടും. ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ ആ പരിമിതിയും പുതിയ നിയമ സുവിശേഷത്തിൻ്റെ ശ്രേഷ്ഠതയുമാണ് പൗലോസ്ലീഹ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. യഹൂദ സഭയിൽ നിന്ന് ഇങ്ങോട്ട് ക്രൈസ്തവരായ ആളുകൾ ആ പഴയ നിയമത്തെ മുറുകെ പിടിച്ച് അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് വാശി പിടിച്ചപ്പോൾ പൗലോസ്ലീഹ അവരെ തിരുത്തുകയാണ്. അതൊരു താൽക്കാലിക സംവിധാനം മാത്രമായിരുന്നു മോശയുടെ കാലത്ത് കൊടുത്ത പഴയ നിയമം. എന്നാൽ നിത്യമായത് വന്നു കഴിയുമ്പോൾ താൽക്കാലികമായത് മാറുന്നു. അപ്പം ഞങ്ങൾക്കുള്ള തേജസ് പുതിയ നിയമത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്രിസ്തുവിൻ്റെ തേജസ്സാണ്. ആ തേജസ്സിലാണ് ഞങ്ങൾ പറയുകയും ആ സത്യം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നത്. പ്രിയമുള്ളവർ, നമ്മളും ആചാരങ്ങളെക്കാളും അനുഷ്ഠാനങ്ങളെക്കാളും ഒക്കെ ഉപരിയായി പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അതിൻ്റെ ആന്തരികമായ മർമ്മത്തെ ഗ്രഹിച്ച് ക്രിസ്തുവിന് വിധേയപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്തു ആ വചനത്തിനു വേണ്ടി സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. പഴയ നിയമത്തിലെല്ലാം ആചരണങ്ങളായിരുന്നു. പുതിയ നിയമത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടുവന്നത് അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരുതരം ആധ്യാത്മികത. അതിൽ നിന്ന് വ്യത്യസ്തമായി ആത്മാവിൽ ജീവിക്കുന്ന, ആത്മാവിൽ ഇതിനൊക്കെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു വലിയ അനുഭവമുണ്ടാകണം. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ആന്തരികമായ പ്രകാശത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കാത്ത
ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടാവരുത്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അല്പസമയമെങ്കിലും ഇത് സമർപ്പിക്കാത്ത ഒരു ജീവിതം നമ്മുടെ ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ലേ. അത്രമാത്രം പൂർണ്ണമായ ഒരു സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ ശ്ലീഹ കൊരിന്ത്യ സഭയെ ആഹ്വാനം ചെയ്യുന്നു. അത് നമുക്കെല്ലാവർക്കുമുള്ള ആഹ്വാനമാണ്. അതനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ആ പ്രകാശത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ.